അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മല കയറുമ്പോൾ എന്നും മിച്ചർ വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും പാടെയാണ് മല കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കൂനമലയാണ്, ഞങ്ങളെ ഗ്രാമത്തിലുള്ള മല തന്നെയാണ്. മല നമുക്ക് തരുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്, രസകരമായ ഓർമ്മകളുണ്ട്. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഞങ്ങളിവിടെ വന്ന് ചിലവഴിക്കാറുണ്ട്, രാവിലെ വരാറുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കിടൂര് അക്കുഡേറ്റ് പാലൊക്കെ നിങ്ങൾക്കറിയാലോ, അവിടെ തന്നെയാണ് ആ പാലാണ് ആ കാണുന്നത്. അപ്പോൾ ഈ കൂനന്മലയിൽ ഒരുപാട് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം പറയാനെന്ന് പറഞ്ഞാൽ മല കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളെയൊക്കെ 90 കിഡ്സിനൊക്കെ അറിയുന്ന കാര്യമാണ്. ടീച്ചർമാരെന്തെങ്കിലുമൊക്കെ സ്കൂളിൽ ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ഫേസ് ചെയ്യാനും അത് എഴുതിയിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് മലയുടെ മുകളിൽ വന്നിരുന്ന് സൊറ പറയുന്ന സ്വഭാവം പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ കുട്ടികളിലതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, അപ്പോൾ മൊബൈൽ യുഗമായില്ലേ. അത് മാത്രമല്ല, പലപ്പോഴും സ്കൂളിലേക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറും മലയുടെ മുകളിൽ, എന്നിട്ട് ഓരോ വർത്തമാനം പറഞ്ഞിരിക്കും. ആരും അറിയാതെ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ച് ഇവിടെ ഇരുന്ന് പുകക്കും. അങ്ങനെയൊക്കെ ഇതൊക്കെ കാണുന്നവർക്കൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിലൊന്നും പണം ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് നല്ലൊരു സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുക്കാനും വാഹനങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. നമ്മളെ ഓണം പെരുന്നാളും ക്രിസ്മസൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കൾ വാപ്പാൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് പറയും, അച്ഛൻ്റെയൊക്കെ തുണിയിൽ പിടിച്ച് വിളിക്കും, എന്താ വെച്ചാൽ ഞങ്ങളെ നല്ല സ്ഥലങ്ങളിലൊന്നും കൊണ്ടേ കാണിക്കാത്തത്. ഇപ്പം ഇന്ന് പെരുന്നാളല്ലേ, ഇന്ന് ഓണമല്ലേ, ക്രിസ്മസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അവർ പാവം, അവരുടെ കയ്യിൽ കാശും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഇത് പറയുമ്പോൾ ഒരു ഇടങ്ങാറാണ്, എൻ്റെ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ട് കാണിക്കാൻ എന്തെങ്കിലും പൈസ അല്ലല്ലോ, അന്നത്തെ ജീവിതം തള്ളി നീക്കാനുള്ള വരുമാനമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ, മക്കളുടെ വിഷമം മാറ്റാൻ എന്തെങ്കിലും വഴി കാണണം. അപ്പോൾ എന്താ ചെയ്യുക, രക്ഷകർത്താക്കൾ പണ്ട് കാലം ഞങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എന്താ ചെയ്തത്, ഇങ്ങനെയുള്ള ഞങ്ങളെ കിടൂര് ഈ അക്കുഡേറ്റ് പാലം, ഇങ്ങനെയുള്ള കൂനന്മല ഇവിടെയൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ ക്രിസ്മസ് ആയാലും ഓണായാലും ഇവിടെ ഇതൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചു പറയും. ഞങ്ങൾക്കപ്പോൾ വല്ലാതെ സന്തോഷമാവും. അന്ന് ഈ സ്ഥലങ്ങൾ ഇത് അടുത്താണെന്നുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ലല്ലോ ചെറിയ കുട്ടികളാകുമ്പോൾ. അങ്ങനെ മാതാപിതാക്കൾ പണ്ട് മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ടവരെ കാര്യം പറയുന്നത്, പൈസക്കാരെയല്ല. അവർക്ക് വണ്ടി വാഹനം ഒന്നും ഉണ്ടാകും, പക്ഷേ പാവപ്പെട്ടവർ ഇങ്ങനെ മക്കളിത് പറയുമ്പോൾ അവരെങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ ഇത് ഞങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് അന്നൊക്കെ. അതിപ്പോഴും ഓർമ്മയാണത്. അതുപോലെ തന്നെ ഈ മലയുടെ മുകളിൽ ഞങ്ങൾ ഫ്രീ സമയം കിട്ടുമ്പോൾ ഞാനും നമ്മുടെ കൂട്ടുകാരൻ, ഇപ്പോൾ എപ്പോഴും എൻ്റെ കൂട്ടുകാരനെ കൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ സൊറ പറയാൻ വേണ്ടി കയറിയ നല്ല രസമാണ് അത്, ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ. പണ്ട് കാലങ്ങളിൽ ജോലിയില്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം എല്ലാ ആളുകൾക്കും, മിക്ക ആളുകൾക്കും ഉണ്ടാവും. ഇത് കുറച്ച് ഉഴപ്പി നടക്കുന്ന സമയമാണ്. ആ ഉഴപ്പി നടക്കുന്ന സമയത്ത് ഒരുപാട് എന്തുണ്ട്, ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ കയറി, ഈ മലയിൽ കയറിയിട്ട് കുറച്ച് ടീമുണ്ട്, അവിടെ അങ്ങനെ കയറി സംസാരിച്ചതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഓരോ രസകരമായ നിമിഷങ്ങളെ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.